ബോധം കെടുമ്പോഴും കോമ സ്റ്റേജിലും നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ബോധം കെടുമ്പോൾ ബോധം കെടും, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക? എന്താ ഇല്ലേ? കോമ സ്റ്റേജിൽ പോയി എന്ന് പറഞ്ഞാൽ കോമ സ്റ്റേജിലാണ്. അതിൽ ഫുൾ സ്റ്റോപ്പ് ആവണ വരെ അങ്ങനെ കോമയാവും. ഫുൾ സ്റ്റോപ്പ് ആയാൽ പിന്നെ കോമ ഇല്ല. കോമ വേണ്ടാത്തൊരു പരിപാടിയാണ് കേട്ടോ ഭാഷയിൽ. കോമ വേണ്ടാത്തതാ, ഫുൾ സ്റ്റോപ്പാണ് മതി അല്ലേ? എന്നാലും ഇപ്പോൾ ഭാഷയിൽ ഒരു സുഖമാണല്ലോ കോമ ഉപയോഗിച്ചാലേ. അർത്ഥവ്യക്തതയ്ക്ക് കോമ നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സംസ്കൃതത്തിലടക്കം കോമ ഉപയോഗിച്ചു തുടങ്ങി. സംസ്കൃത ഭാഷയിലടക്കം കോമ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ കോമയൊരു സുഖമാണ്. അത് ഏത് വരെ? അത് ഫുൾ സ്റ്റോപ്പ് വരെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അങ്ങനെ അവസ്ഥകളുണ്ടോ നമുക്ക്? കോമാവസ്ഥ, പിന്നെന്താണ് ബോധക്ഷയാവസ്ഥ? ഇല്ല, അങ്ങനെ ഇല്ല. അവസ്ഥകൾ മനുഷ്യന് 3 ഉള്ളൂ, 4 ഇല്ല. 3 അവസ്ഥയേ ഉള്ളൂ: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. 4മതൊരവസ്ഥ ഇല്ല. 3 അവസ്ഥയേ ഉള്ളൂ. അപ്പോൾ തുരീയം എന്നൊരവസ്ഥയില്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥ മാത്രമേ ഉള്ളൂ. 4മതൊരവസ്ഥ ഇല്ല. അപ്പോൾ ബോധക്ഷയം ഏതിൽ ഉൾപ്പെടുത്തും? കോമ സ്റ്റേജ് ഏതിൽ ഉൾപ്പെടുത്തും? ചോദ്യം. അപ്പോൾ ആരോ പറയാണ് സുഷുപ്തിയിലെന്ന്. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അത് അപഗ്രഥിച്ചേ പറയാൻ പറ്റൂ. ഉദാഹരണത്തിന്, അതിമാരകമായ, താങ്ങാൻ കഴിയാത്ത വിധമുള്ള മാനസിക സംഘർഷം, ഭയം, ഉദ്വേഗം, ശരീരത്തിൻ്റെ നാഡീവ്യവസ്ഥയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലധികം വൈദ്യുത പ്രസരണത്തിൻ്റെ വർധനവ് എന്നിവ വരുമ്പോൾ ബോധം കെടുന്നു. ആ ബോധക്ഷയം ശാന്തിപൂർണമാണ്. ശാന്തിപൂർണമാണ്. ആ ബോധക്ഷയം കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന ആള് വളരെ ഫ്രഷായിട്ടാണ് എഴുന്നേൽക്കുക, വളരെ സ്വച്ഛമായിട്ടാണ് എഴുന്നേൽക്കുക. ഒക്കെ ഭേദമായിട്ടുവാ. അതിന് സമ്മതിക്കൂല നാട്ടുകാർ. അപ്പോഴത്തേക്ക് വെള്ളം തെളിക്കുക, അതാക്കുക, ഇതാക്കുക, ആകെ ഉപദ്രവം. അവിടെ കിടക്കട്ടെ കുറച്ചു നേരം, ഒന്ന് സ്വച്ഛമായിട്ട് എഴുന്നേൽക്കട്ടെ. അതിനല്ലേ അത്, അതിന് സമ്മതിക്കണ്ടേ? എന്തൊരു കഷ്ടം അത്. ആ ബോധക്ഷയത്തെ നമുക്ക് സുഷുപ്തിയിലേക്കാണ് അന്വയിക്കേണ്ടത്. എന്നാൽ അതിമാരകമായ പനി തുടങ്ങിയ രോഗങ്ങളുടെ വർധനവിലോ അഥവാ വയറിളക്കം, ഛർദി തുടങ്ങിയവയൊക്കെ ഒന്ന് വലിയ നിർജ്ജലീകരണം സംഭവിച്ചിട്ടോ, നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടോ ഉണ്ടാവുന്ന ബോധക്ഷയാവസ്ഥ അസ്വസ്ഥഭരിതമായിരിക്കും. ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ കാണുക, വളരെ പേടിപ്പെടുത്തുന്ന ചില അവസ്ഥകളിലൂടെ കടന്നു പോകും. അതിനെ ഒരിക്കലും സുഷുപ്തിയായിട്ട് ബന്ധിപ്പിക്കരുത്. അതിനെ സ്വപ്നവുമായിട്ടേ ബന്ധിപ്പിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് ആദ്യം അസ്വസ്ഥമായിരിക്കും. ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചുണർത്തണേ എന്നുള്ളൊരു ഒരു ഒരു വല്ലാത്ത ഒരു വേവലാതി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കതച്ച് വിയർത്ത് ശ്വാസമൊക്കെ ശരിയാവാതെ കുറച്ചു നേരം കഴിഞ്ഞിട്ടേ പിന്നെ നോർമലായിട്ട് വരുള്ളൂ. അത് ഒരിക്കലും സുഷുപ്തിയോട് ഘടിപ്പിക്കരുത്, അത് സ്വപ്നത്തോട് ഘടിപ്പിക്കണം. അത് ശ്രദ്ധിക്കുക.